ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ MD318 കുരുക്ഷേത്ര 4.0 പവർഡ് ബൈ മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ്. നമ്മളിതാ 4 അവസാനത്തെ ടീമുകൾ അവസാന ഘട്ടത്തിൽ അവർ നിങ്ങളുടെ മുമ്പിലേക്ക് മാറ്റുരയ്ക്കാൻ പോകുന്നു. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ ക്വിസ് മാസ്റ്ററെ, ക്വിസ് മാൻ ഓഫ് കേരള മിസ്റ്റർ സ്നേഹേജ് ശ്രീനിവാസനെ. നമസ്കാരം. ലയൺസ് ക്ലബ്സ് ഇന്റർനാഷണൽ MD318 അവതരിപ്പിക്കുന്ന കുരുക്ഷേത്ര 4.0 പവേർഡ് ബൈ മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് അതിൻ്റെ ഗ്രാൻഡ് ഫിനാലയിൽ എത്തി നിൽക്കുന്നു. ദ ഗോയിങ് ഗെറ്റ്സ് ടഫ്, ദ ടഫ് ഗെറ്റ്സ് ഗോയിങ്. നിരവധി കടമ്പകൾ കടന്ന് അവസാനത്തെ നാലിലെത്തിയ മിടുക്കരാണ് നമ്മുടെ കൂടെയുള്ളത്. ഈ ഗ്രാൻഡ് ഫിനാലയിൽ വിജയികളായി കുരുക്ഷേത്ര 4.0യുടെ ചാമ്പ്യന്മാരായി മാറുന്ന ടീമുകൾ ആരൊക്കെയാണെന്ന് പരിശോധിക്കാനുള്ള ഗ്രാൻഡ് ഫിനാലയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ടീമുകളെ പരിചയപ്പെടുന്നു. ഒന്നാമത്തെ ടീം ശ്രീരാം ഡി, GGHS ബാലുശ്ശേരി, കോഴിക്കോട്. ഫവാസ് കെ, ചേന്നമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, കോഴിക്കോട്. കോഴിക്കോട് ജില്ലയിൽ നിന്ന് വരുന്ന ശ്രീരാമും ഫവാസുമാണ് ടീം എ. ഓൾ ദി ബെസ്റ്റ്. ടീം ബി നവനീതം കുമാർ, വിദ്യോദയ സ്കൂൾ തേവയ്ക്കൽ, എറണാകുളം. നിഖിൽ സുന്ദരം, ക്ലാസ് 11, സേക്രഡ് ഹാർട്ട് HSS തേവര, എറണാകുളം. നവനീതും നിഖിലുമാണ് കൊച്ചിക്ക് വേണ്ടി കുരുക്ഷേത്ര ചാമ്പ്യന്മാരാവാൻ ഒരുങ്ങുന്നത്. ഓൾ ദി ബെസ്റ്റ് യു. ടീം സി. ഞാൻ ഹൃദയേഷ് ആർ കൃഷ്ണൻ, തിരുവനന്തപുരം ജില്ലയിൽ സെന്റ് തോമസ് HSSൽ പഠിക്കുന്നു. നമസ്കാരം, ഞാൻ ഹൃദയ ആർ കൃഷ്ണൻ, തിരുവനന്തപുരം ജില്ലയിലെ ക്രൈസ്റ്റ് നഗർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നു. അനന്തപുരിയിൽ നിന്ന് വന്ന സഹോദരി സഹോദരന്മാരാണ് ടീം സി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ടീം ഡി. എൻ്റെ പേര് അരവിന്ദ്, ഞാൻ കുന്നന്താനം NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നു, പത്തനംതിട്ട ജില്ല. എൻ്റെ പേര് S മോഹൻലാൽ, ഞാൻ NSS ഹയർ സെക്കൻഡറി സ്കൂൾ കവിയൂരിൽ +2 വിദ്യാർത്ഥിയാണ്, പത്തനംതിട്ട ജില്ല. രണ്ടാം സെമി ഫൈനൽ തൂത്തുവാരിയ അരവിന്ദും ഭാനുലാലുമാണ് ടീം ഡി ആയി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്. 4 ടീമുകളും റെഡി. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ കുരുക്ഷേത്ര 4.0യുടെ ഗ്രാൻഡ് ഫിനാലയിലെ ഒന്നാമത്തെ റൗണ്ട്. ഒന്നാമത്തെ റൗണ്ടിൽ 4 ചോദ്യങ്ങൾ, 4 ഉത്തരങ്ങൾ, 10 പോയിന്റ്സ് വീതം. ഓരോ ചോദ്യത്തിനും ശരി ഉത്തരത്തിന് 10 പോയിന്റും തെറ്റുത്തരങ്ങൾക്ക് -10 ലഭിക്കും. കിടക്കുന്നു ഒന്നാമത്തെ റൗണ്ടിലേക്ക്. ഹിയർ വി ഗോ. 4 പേരുകൾ നിങ്ങൾക്ക് കാണാം. വെട്ടത്ത് സമ്പ്രദായം, കപ്ലിങ്ങാടൻ സമ്പ്രദായം, കല്ലടിക്കോടൻ സമ്പ്രദായം, കല്ലുവഴിച്ചിട്ട. എന്താണ് നിങ്ങളുടെ ഉത്തരം? ടീം ഡി. ഞാൻ ചോദ്യത്തിലേക്ക് കടന്നിട്ടില്ല, ഒറ്റ ഉത്തരം പറയൂ. ബസർ റൗണ്ടിൽ എപ്പോഴും ഒരു റിസ്ക് എലമെന്റ് ഉണ്ട്. എൻ്റെ ചോദ്യം എന്തുമാകാം. എന്താണ് നിങ്ങളുടെ ഉത്തരം? കഥകളി. കഥകളി. എന്താണ് നിങ്ങളുടെ വിശദീകരണം? വെട്ടത്ത് സമ്പ്രദായം കഥകളിലെ പഴയ ആദ്യകാലങ്ങളിൽ നിന്ന് പുതിയ കാലങ്ങളിലേക്ക് വന്നപ്പോഴുള്ള പുതിയ സമ്പ്രദായങ്ങളിലൂടെ മാറി മാറിയാണ് കഥകളി പുരോഗമിച്ചു വന്നത്. ഓരോ സമ്പ്രദായങ്ങളോട് ഓരോ രാജാക്കന്മാരും കഥകളെ കൂടുതൽ പരിഷ്കരിക്കുകയുണ്ടായി. സൂപ്പർ. പല രാജാക്കന്മാരും പരിഷ്കാരങ്ങൾ വരുത്തി നിരവധി സമ്പ്രദായങ്ങൾ കഥകളിലുണ്ട്. അതാണ് വെട്ടത്ത് സമ്പ്രദായം, കപ്ലിങ്ങാടൻ സമ്പ്രദായം, കഥകളി. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം 10 പോയിന്റ്സ് ടീം ഡി. ദാറ്റ്സ് ഇറ്റ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു. ഫിംഗേഴ്സ് ഓൺ ബസേഴ്സ് പ്ലീസ്. ഹിയർ വി ഗോ. മെനു ആണ്. ചായക്ക് 1 രൂപ, സൂപ്പിന് 5.5 രൂപ, ചിക്കൻ ബിരിയാണി 51 രൂപ, ഫിഷ് കറി, ഫിഷ് ഫ്രൈ 17 രൂപ, ഫ്രൂട്ട് സലാഡ് 7 രൂപ. ഈ മെനു എന്നാൽ ഇപ്പോൾ നിലവിലില്ല, അത് പരിഷ്കരിക്കപ്പെട്ടു. വളരെ മെനു കണ്ടാൽ നമുക്ക് തോന്നും വളരെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു മെനു ആണ്. എന്നാൽ എവിടെ കൊടുത്തിരുന്ന മെനു ആണ് ഇത് എന്നാണ് എൻ്റെ ചോദ്യം. ടീം ഡി വീണ്ടും ബസറമർത്തുന്നു. പറയൂ. പാർലമെന്റ്. ഇന്ത്യൻ പാർലമെന്റിലെ മുമ്പ് ഉണ്ടായിരുന്ന മെനു ആയിരുന്നു ഇത് എന്നാണ് നിങ്ങളുടെ ഉത്തരം. ശരി ഉത്തരം. 10 പോയിന്റ്. പാർലമെന്റിലെ മെനു ഈയിടെ പരിഷ്കരിച്ചു. ഇനി അങ്ങനെ ഇത്ര സബ്സിഡിയിൽ MP-മാർ ഭക്ഷണം കഴിക്കേണ്ട എന്നാണ് ഗവൺമെന്റ് തീരുമാനിച്ചത്. 10 പോയിന്റ്സ് ടു ടീം ഡി. ക്വസ്റ്റ്യൻ നമ്പർ 3. എന്താണ് ചിത്രത്തിൽ കാണുന്ന ഈ 2 സാധനങ്ങൾ? നമ്മുടെ മലയാള ഭാഷയിൽ സംസാരത്തിൽ നമ്മൾ പറയുമ്പോൾ ഇത് രണ്ടും ചേർത്ത് എപ്പോഴും പറയാറുണ്ട്. വാവ്. ടീം എ ശ്രീരാമൻ ഫവാസ്, എന്താണ് ഉത്തരം? ഊടും പാവും. ഊടും പാവും എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. റൈറ്റ് ആൻസർ. 10 പോയിന്റ്. ഇതാണ് ഊടും പാവും. പലർക്കും ഊടും പാവും അറിയില്ല. അങ്ങനെ ഭാഷയിൽ പ്രയോഗിക്കുക എന്നല്ലാതെ ഇതുവരെ ഊടും പാവും പലരും കണ്ടിട്ടില്ല. ശരി, 10 പോയിന്റ്സ് നിങ്ങളെ തേടിയെത്തുന്നു. ഈ റൗണ്ടിലെ 4ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യം. ജേക്കബ് ദ സൺ ഓഫ് ഇസാക്ക് ആൻഡ് റബേക്ക, മോറിസ് ഓഫ് നസാവ്, തോമസ് ഗിൽബർട്ട്, മൂസ ബിൻ ബിക്കു. 4 വ്യക്തികളുടെ പേരുകളാണ്. എങ്ങനെയാണ് നിങ്ങൾ ഈ 4 പേരെയും കണക്ട് ചെയ്യുന്നത്? ടീം ഡി വീണ്ടും പത്തനംതിട്ട ജില്ല. പറയൂ. എന്താണ്? ജനിച്ചപ്പോൾ കാണാൻ വന്നവർ. ഒന്നുകൂടി പറയൂ. യേശു ജനിച്ചപ്പോൾ കാണാൻ വന്നവർ. നല്ലൊരു കയ്യടി കൊടുക്കൂ. തെറ്റുത്തരമാണ്, പക്ഷേ നല്ലൊരു കയ്യടി. നിങ്ങളുടെ അറ്റംപ്റ്റിനുള്ള കയ്യടിയാണ്. -10 ടു ടീം ഡി. ഇത് ജോഗ്രഫിക്കൽ ക്വസ്റ്റ്യൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് ഈ 4 പേര് കണക്ട് ചെയ്യാവുന്ന ജോഗ്രഫിക്കൽ കണക്ട്? ഭൂമിശാസ്ത്രപരമായ ചില പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട. പ്രദേശം എന്ന് പറഞ്ഞാൽ എന്തുമാകാം. ജില്ലയാകാം, സംസ്ഥാനമാകാം, രാജ്യമാകാം, എന്തുമാകാം. 4ാമത്തെ ചോദ്യത്തിന് ആരും ശരിയുത്തരം പറയുന്നില്ല.
ഈ ചോദ്യത്തിന്റെ ഉത്തരം രാജ്യങ്ങൾക്ക് പേരുകൾ വന്ന കഥ ഇതാണ്. ഇസ്രായേലിന് പേര് ലഭിച്ചത് ജേക്കബിന്റെ പേരിൽ നിന്നാണ്. മൗറീഷ്യസിന് പേര് ലഭിച്ചത് മൗറീസിൽ നിന്നാണ്. കിരിബാറ്റി എന്ന രാജ്യത്തിന് പേര് ലഭിച്ചത് തോമസ് ഗിൽബർട്ടിൽ നിന്നാണെങ്കിൽ മൂസ ബിൻ ബിക്കയാണ് മൊസാംബിക്കിന് പേര് നൽകിയത് എന്നാണ് കഥ. സോ ആർക്കും പോയിന്റ്സ് ലഭിക്കുന്നില്ല. ഒന്നാമത്തെ റൗണ്ട് ഇവിടെ സമാപിക്കുന്നു. You know, gadgets are my weakness. I always update to the latest version. New one. Just bought it. 50k. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യില്ല. Why should I pay more interest? ഞാൻ എൻ്റെ ഗോൾഡ് മണപ്പുറം ലോക്കറിൽ വെച്ചിട്ടുണ്ട്. ഓൺലൈനായി എനിക്ക് എപ്പോൾ വേണമെങ്കിലും ലോൺ നേടാം. വളരെ ഈസിയായി. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ ആപ്പ് വഴി ഇനി എല്ലാം ഈസിയാണ്. സ്വർണം മണപ്പുറം ലോക്കറിൽ വെച്ചാൽ നമ്മളും അങ്ങനെ സ്മാർട്ട് ആകും. സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ, നിങ്ങളും അങ്ങനെ സ്മാർട്ട് ആകൂ. എവിടെയും എപ്പോഴും സ്മാർട്ട് ആകൂ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ടാണ്. രണ്ടാമത്തെ റൗണ്ട് ഒരു സ്പെഷ്യൽ റൗണ്ടാണ്, ഒരു കണക്ട് റൗണ്ടാണ്. ചോദ്യത്തിൽ നിങ്ങൾ കാണുന്ന 3 അല്ലെങ്കിൽ 4 കാര്യങ്ങൾ കണക്ട് ചെയ്ത് ഒരേ ഒരു ഉത്തരമാണ് നിങ്ങൾ പറയേണ്ടത്. ഓരോ ശരി ഉത്തരത്തിനും 20 പോയിന്റ്സ് ലഭിക്കുന്നു. ഓരോ തെറ്റുത്തരത്തിനും 15 പോയിന്റ്സ് നഷ്ടപ്പെടുന്നു. +20 -15. റെഡി? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. വളരെ ഈസിയായ ചോദ്യമാണ്. എങ്ങനെയാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന 4 ചിത്രങ്ങളും തമ്മിൽ കണക്ട് ചെയ്യാൻ സാധിക്കും? എന്താണ്? പേരുകൾ ഭാഗികമായി കണക്ഷനിലേക്ക് പോകാവുന്നതാണ്. ചില പേരുകൾ താഴെയുള്ള 2 പേരുകൾ ചേർത്ത് വായിച്ചാൽ ഉത്തരത്തിന്റെ അടുത്തെത്താൻ സാധിക്കും. യെസ്, ടീം ഡി. പറയൂ, എന്താണ് നിങ്ങളുടെ കണക്ഷൻ? ട്രെയിനോ തീവണ്ടികളോ? എന്താണ് നിങ്ങളുടെ കണക്ഷൻ? എക്സ്പ്ലെയിൻ. വിവേക് എക്സ്പ്രസ്, വിവേക് എക്സ്പ്രസ്, അമൃത എക്സ്പ്രസ്, മാവേലി എക്സ്പ്രസ്, പരശുരാം എക്സ്പ്രസ്. റൈറ്റ് ആൻസർ. തീവണ്ടികൾ, ട്രെയിൻ. ദാറ്റ് വാസ് ദ റൈറ്റ് ആൻസർ. 20 പോയിന്റ്. സൂപ്പർ. രണ്ടാമത്തെ ചോദ്യം വീണ്ടും കണക്ഷനാണ്. 3 വ്യക്തികളാണ്. ഒരാൾ ഇന്ത്യക്കാരനല്ല, ഒരാൾ ഇന്ത്യക്കാരനാണ്, ഒരാൾ മലയാളിയാണ്. ഒരു അതിർത്തി രേഖ ഇതിലൊരാളുടെ പേരിലുണ്ട്. ആളെ മനസ്സിലാക്കാൻ വേണ്ടി ഉള്ള ക്ലൂ ആണത്. പക്ഷെ ആളെ മനസ്സിലാക്കിയാൽ പോരാ. ഈ 3 പേരും തമ്മിലുള്ള കണക്ഷനാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. ആരും അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. ഉത്തരത്തിലേക്ക് പോകുന്നു. ചിത്രത്തിൽ ആദ്യം കാണുന്നത് ഡ്യൂറന്റിനെയാണ്. രണ്ടാമത് കാണുന്നത് GV രാജ, കേണൽ ഗോദവർമ്മ രാജ, കായിക കേരളത്തിന്റെ പിതാവ്, കേരള ടൂറിസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഗോദവർമ്മ രാജ. മൂന്നാമത് കാണുന്നത് രഞ്ജിത്ത് സിംഗ് ജിയാണ്. ഇന്ത്യയിലെ പ്രശസ്തമായ ടൂർണമെന്റുകളാണ് എനിക്ക് വേണ്ടിയിരുന്ന ഉത്തരം. ഡുറാൻ കപ്പ് ഫുട്ബോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോളാണ്, ഇദ്ദേഹത്തിന്റെ പേരിലാണ്. GV രാജ വോളി, കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ വോളിബോൾ ടൂർണമെന്റ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ്, ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ക്രിക്കറ്റ് ടൂർണമെന്റ്. സോ സ്പോർട്സ് ടൂർണമെന്റ്സ് ആയിരുന്നു എനിക്ക് വേണ്ടിയിരുന്ന ഉത്തരം. ആർക്കും പോയിന്റുകൾ ലഭിക്കുന്നില്ല. നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 3. യെസ്, 4 ചിത്രങ്ങൾ. ഒന്നാമത്തത് ഒരു മൊബൈൽ ഫോൺ ബ്രാൻഡാണ്. രണ്ടാമത്തത് ഒരു സിനിമയാണ്. മൂന്നാമത്തത് ഒരു സോഡിയാക് സൈനാണ്. നാലാമത്തത് ഒരു ക്യാരക്ടറാണ്. ഇവ 4ഉം എന്തിനാണ് പേരുകൾ, അല്ലെങ്കിൽ എന്തിൻ്റെ പ്രശസ്തമായ പേരുകളാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്? കുറച്ചുകൂടി എളുപ്പമാക്കി തരാം. ഒന്നാമത്തെ ചോദ്യത്തിൽ നമുക്ക് ഗ്രാൻഡാണ് വേണ്ടത്. ഗാലക്സി ഗ്രാൻഡ് എന്ന മൊബൈൽ ബ്രാൻഡാണത്. രണ്ടാമത്തെ ചിത്രം പ്രശസ്തമായ ബോംബെ എന്ന ചിത്രമാണ്. മൂന്നാമത് നിങ്ങൾ കാണുന്നത് ജെമിനി എന്ന സോഡിയാക് സൈനാണ്. ഇനി നിങ്ങൾക്ക് ഉത്തരം പറയാൻ ഒരു ശ്രമം കൂടെ നടത്താം. യെസ്, ആരാണ്? ടീം ഡി. പറയൂ. ഗ്രാൻഡ് സർക്കസ്. ചിത്രങ്ങൾ എന്താണ് കണക്ഷൻ? സർക്കസ്. സർക്കസ്. പ്രശസ്തമായ സർക്കസ് കമ്പനികളാണ്. ശരി ഉത്തരം. ജെമിനി സർക്കസ്, ബോംബെ സർക്കസ്, ഗ്രാൻഡ് സർക്കസ്, ജംബോ സർക്കസ്. റൈറ്റ് ആൻസർ. 20 പോയിന്റുകൾ വീണ്ടും ലഭിക്കുന്നു ടീം ഡി. നിങ്ങൾ ഈ റൗണ്ടിലെ 4ാമത്തെ ചോദ്യം. പോളോ എന്ന കളിയാണ് ചിത്രത്തിൽ കാണുന്നത്. വിരാട് കോഹ്ലിയെ നിങ്ങൾക്ക് കാണാം, ഗൗതം ഗംഭീറിനെയും കാണാം, വിജയെയും കാണാം. ആരും ബസറിൽ വിരലമർത്തുന്നില്ല. ഉത്തരത്തിലേക്ക് പോകുന്നു. ഗംഭീർ, വിരാട്, പോളോ, വിജയ് ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സുകളുടെ വളരെ പ്രശസ്തമായ ഓപ്പറേഷനുകളാണ്. മിലിറ്ററി ഓപ്പറേഷൻസ് കണ്ടക്ടഡ് ബൈ ഇന്ത്യ. ദാറ്റ്സ് ഇറ്റ്.
രണ്ടാമത്തെ റൗണ്ട് ഇവിടെ സമാപിക്കുന്നു. നമുക്ക് സ്കോർ നില പരിശോധിക്കാം. You know, gadgets are my weakness. I always update to the latest version. New one. Just bought it. 50K. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യില്ല. Why should I pay more interest? ഞാൻ എൻ്റെ ഗോൾഡ് മണപ്പുറം ലോക്കറിൽ വെച്ചിട്ടുണ്ട്. ഓൺലൈനായി എനിക്ക് എപ്പോൾ വേണമെങ്കിലും ലോൺ നേടാം. വളരെ ഈസിയായി. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ ആപ്പ് വഴി ഇനി എല്ലാം ഈസിയാണ്. സ്വർണം മണപ്പുറം ലോക്കറിൽ വെച്ചാൽ നമ്മളും അങ്ങനെ സ്മാർട്ട് ആകും. സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ, നിങ്ങളും അങ്ങനെ സ്മാർട്ട് ആകൂ. എവിടെയും എപ്പോഴും സ്മാർട്ട് ആകൂ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ടാണ്. മൂന്നാമത്തെ റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നു. മൂന്നാമത്തെ റൗണ്ടിൽ ഓരോ ചോദ്യത്തിനും 15 പോയിന്റ്സ്. +15 -15. റെഡി? ഫിംഗേഴ്സ് ഓൺ ബസേഴ്സ്. ഹിയർ വി ഗോ. ചിത്രത്തിൽ കാണുന്ന വ്യക്തിക്ക് ഈയിടെ കേന്ദ്ര സർക്കാരിൽ നിന്നും 25 ലക്ഷം രൂപ ലഭിച്ചു. ഇദ്ദേഹത്തിൻ്റെ ഈ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട് എന്ത് കണ്ടുപിടുത്തമാണ് ഇദ്ദേഹം നടത്തിയത്, അല്ലെങ്കിൽ എന്തുമായി ബന്ധപ്പെട്ട് എന്തിനു വേണ്ടിയുള്ള കണ്ടുപിടുത്തമാണ് ഇദ്ദേഹം നടത്തിയത്? പറയൂ. തേങ്ങ പൊളിക്കാൻ. സ്പെസിഫിക് ആയ ഉത്തരമാണ് വേണ്ടത്. തേങ്ങയുടെ ആലോചിച്ച് പറയാം. എന്താണ്? തേങ്ങയുടെ പുറത്തെ തോട് പൊളിച്ച് ഉള്ളിലത്തേത് കിട്ടാൻ. ഐ ആം ഗിവിംഗ് ഇറ്റ് ടു യു. ഇളനീർ പൊതിക്കുന്ന അല്ലെങ്കിൽ ഇളനീർ ട്രിം ചെയ്യുന്ന മെഷീനാണ് ഇദ്ദേഹം കണ്ടുപിടിച്ചത്. ഈ രൂപത്തിലാക്കി നൽകുന്ന മെഷീനാണ് ഇദ്ദേഹം കണ്ടുപിടിച്ചത്. തൃശ്ശൂർക്കാരനായ സിജോയ്. റൈറ്റ് ആൻസർ. 15 പോയിന്റ്സ് ടു ടീം ബി. രണ്ടാമത്തെ ചോദ്യം. ഇന്ത്യയുടെ പോസ്റ്റേജ് സ്റ്റാമ്പ്, പാകിസ്ഥാന്റെ പോസ്റ്റേജ് സ്റ്റാമ്പ്, ബംഗ്ലാദേശിന്റെ പോസ്റ്റേജ് സ്റ്റാമ്പ്, 3 രാജ്യങ്ങളുടെയും പോസ്റ്റേജ് സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഒരുപക്ഷെ ഒരേ ഒരു വ്യക്തി ഇദ്ദേഹമായിരുന്നു. ആരാണ് ഇദ്ദേഹം? ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് 3 രാജ്യങ്ങളുടെയും പോസ്റ്റേജ് സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഈ വ്യക്തി ആരാണ്? പോയറ്റ് ആൻഡ് മ്യൂസീഷ്യൻ. ഇവിടെ ക്ലൂ ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ ജനിച്ച വർഷം കൊടുത്തിട്ടുണ്ട് 1899. ചിത്രം കൊടുത്തിട്ടുണ്ട്. ആരാണ് ഈ പ്രശസ്ത കവി, സംഗീതജ്ഞൻ? 15 പോയിന്റുകൾക്കായി ആരും ശ്രമിക്കുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ പേര് കായ്സി നസ്രുൽ ഇസ്ലാം. ആർക്കും പോയിന്റ് ലഭിക്കുന്നില്ല. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. 15 പോയിന്റുകൾക്കായിട്ടുള്ള മൂന്നാമത്തെ ചോദ്യം. എന്താണ് ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഏറ്റവും പ്രശസ്തമായ എൻറ്റിറ്റി? ഇദ്ദേഹത്തിൻ്റെ പേരിൻ്റെ ആദ്യ ഭാഗം തോമസ് ബാബിംഗ്ടൺ എന്നാണ്. യെസ്, ടീം ഡി പറയൂ. ക്രിമിനൽ CRPC. 15 ടു ടീം ഡി. ബസർ റൗണ്ടാണ്. ബസർ പ്രസ് ചെയ്യുക, ഉടനെ ഉത്തരം പറയുക. ആലോചിക്കുന്ന സ്കീം ഇവിടെ ഇല്ല. ഇനി നിങ്ങൾക്ക് വീണ്ടും ബസർ പ്രസ് ചെയ്ത് ഉത്തരം പറയാം. ഇദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അവസാനത്തെ ഭാഗം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഏറ്റവും പ്രശസ്തമായ എന്താണ് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്ത് പേരിലാണ് ഇത് അറിയപ്പെടുന്നത്? ഇത് തന്നെ പല രാജ്യങ്ങളും, പാകിസ്ഥാനും ബംഗ്ലാദേശും ബർമയും സിലോണും മലേഷ്യയും സിംഗപ്പൂരും ഒക്കെ എടുത്തു എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ എന്ത് പേരിലാണ് ഇത് നമ്മൾ അറിയുന്നത്? ഇനി ഞാൻ ഒരു ക്ലൂ കൂടി തരാം. ഇദ്ദേഹത്തിൻ്റെ പേരിൻ്റെ മൂന്നാമത്തെ ഭാഗം തോമസ് ബാബിംഗ്ടൺ മെക്കാളെ എന്നായിരുന്നു. യെസ്, ടീം എ പറയൂ. വിദ്യാഭ്യാസ രീതികൾ. -15 ടു ടീം എ. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ എന്താണ് ഇന്ത്യയിലും പാകിസ്ഥാനിലും മലേഷ്യയിലും സിംഗപ്പൂരിലും ബ്രൂണയിലും ഒക്കെ നിലവിലുണ്ട്? 3 അക്ഷരങ്ങളുള്ള ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന എന്താണ് നമുക്ക് വേണ്ടത്? യെസ്, ക്രിമിനൽ സിവിൽ പ്രൊസീജിയർ -15 again to team D. Yes, IPC. Indian Penal Code is the right answer. 15 points to team A this time. That was the perfect answer I was looking for. നാലാമത്തെ ചോദ്യം. യെസ്, പല ബീവറേജസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. എനർജി ഡ്രിങ്ക്സ് കാണാം, കോള കാണാം, ടീ കാണാം, ഹോട്ട് ചോക്ലേറ്റ് കാണാം. എനർജി ഡ്രിങ്ക്സിൽ ഏകദേശം 80 മില്ലിഗ്രാം ഉണ്ടെങ്കിൽ കോളയിൽ 40 മില്ലിഗ്രാം, ചായയിൽ 40 മില്ലിഗ്രാമോളം, ഹോട്ട് ചോക്ലേറ്റിൽ 5 മില്ലിഗ്രാമോളം ഇത് അടങ്ങിയിട്ടുണ്ട്. ഇത് എന്താണെന്നാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. ഇതിൻ്റെ കെമിക്കൽ സ്ട്രക്ചറാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. എന്താണിത്? ഞാൻ വളരെ എളുപ്പമുള്ള ഒരു ക്ലൂ തരാം. ഇതിൽ നിന്ന് ഞാൻ ഒഴിവാക്കിയത് കാപ്പിയാണ്. യെസ്, ടീം ബി. കഫീൻ റൈറ്റ് ആൻസർ. കഫീൻ കണ്ടന്റ് ആണ് എനിക്ക് വേണ്ടിയിരുന്ന ഉത്തരം. കഫീൻ എന്ന രാസവസ്തുവിന്റെ കെമിക്കൽ ഫോർമുലയാണ് നിങ്ങൾ കണ്ടത്. സ്മാർട്ട് ആൻസർ. 15 points to team B. That we come to the end of round number 3.
You know, gadgets are my weakness. I always update to the latest version. New one. Just bought it. 50K. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യില്ല. Why should I pay more interest? ഞാൻ എൻ്റെ ഗോൾഡ് മണപ്പുറം ലോക്കറിൽ വെച്ചിട്ടുണ്ട്. ഓൺലൈനായി എനിക്ക് എപ്പോൾ വേണമെങ്കിലും ലോൺ നേടാം. വളരെ ഈസിയായി. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ ആപ്പ് വഴി ഇനി എല്ലാം ഈസിയാണ്. സ്വർണം മണപ്പുറം ലോക്കറിൽ വെച്ചാൽ നമ്മളും അങ്ങനെ സ്മാർട്ട് ആകും. സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ, നിങ്ങളും അങ്ങനെ സ്മാർട്ട് ആകൂ. എവിടെയും എപ്പോഴും സ്മാർട്ട് ആകൂ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ടാണ്. ലയൺസ് ക്ലബ്സ് ഇന്റർനാഷണൽ MD318 കുരുക്ഷേത്ര പവർഡ് ബൈ മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡിന്റെ ഗ്രാൻഡ് ഫിനാലയിലെ അവസാനത്തെ റൗണ്ടിലേക്ക് എത്തുന്നു നമ്മൾ. അവസാനത്തെ റൗണ്ടിൽ 4 ചോദ്യങ്ങളാണുള്ളത്. ഓരോ ചോദ്യത്തിൻ്റെയും പോയിന്റുകൾ നിങ്ങൾ ബസർ ചെയ്യുന്ന സമയത്തെ അനുസരിച്ചാണ്. ആദ്യത്തെ ക്ലൂവിൽ ബസർ പ്രസ് ചെയ്ത ഉത്തരം ശരി ഉത്തരം പറഞ്ഞാൽ 20 പോയിന്റ്സ്. രണ്ടാമത്തെ ക്ലൂവിൽ ബസർ പ്രസ് ചെയ്ത ഉത്തരം പറഞ്ഞാൽ 15 പോയിന്റുകൾ. മൂന്നാമത്തെ ക്ലൂവിൽ ബസർ പ്രസ് ചെയ്ത ഉത്തരം പറഞ്ഞാൽ 10 പോയിന്റ്. 20, 15, 10. ഒന്നാമത്തെ ക്ലൂവിൽ തെറ്റിയാൽ 15 പോയിന്റ് നഷ്ടപ്പെടും. രണ്ടാമത്തെ ക്ലൂവിൽ തെറ്റിയാൽ 10 പോയിന്റുകൾ നഷ്ടപ്പെടും. മൂന്നാമത്തെ ക്ലൂവിൽ തെറ്റിയാൽ 5 പോയിന്റുകൾ നഷ്ടപ്പെടും. റെഡി? Here we go. All the best to all the teams. Here we go. Clue number 1. മധുക്കര മൂത്തേടത്ത് തറവാട്ടിൽ ജനിച്ച അദ്ദേഹം ഡൽഹി സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ വിദ്യാർത്ഥിയായിരുന്നു. ഒരു വ്യക്തിയെയാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. 20 പോയിന്റുകൾക്കായുള്ള സൂചന. തീർച്ചയായും മലയാളിയാണ്. മധുക്കര മൂത്തേടത്ത് തറവാട്. MM. രണ്ടാമത്തെ ക്ലൂവിലേക്ക് പോകുന്നു. ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ എടുക്കും. പല പത്രങ്ങളും അവിടെ കിട്ടുമായിരുന്നു. മാതൃഭൂമിയിൽ സ്വതന്ത്രൻ എഴുതുന്ന തിങ്കളാഴ്ചകളിലെ നഖശികാന്തം എന്ന പങ്ക്തി ഞാൻ കാത്തിരുന്ന് വായിക്കുമായിരുന്നു. എനിക്ക് ജീവിതത്തോട് ആസക്തി തോന്നാൻ ആ എഴുത്തും ഒരു ഘടകമായി. ഒരു വ്യക്തി ജയിലിലിരുന്നപ്പോൾ പറഞ്ഞ വാക്കുകളാണ്. ജയിലിൽ നിന്ന് ഇദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. ഒരുപാട് വർഷങ്ങളൊന്നും ആയിട്ടില്ല, നമുക്ക് വായിച്ചതാണ്. ഇദ്ദേഹം കേരളത്തിലെ ജയിലിലല്ലായിരുന്നു, ഇന്ത്യയിലെ ജയിലിലുമല്ലായിരുന്നു. ആരാണ് ഈ പ്രശസ്ത മലയാളി? മധുക്കര മൂത്തേടത്ത് എന്നാണ് പേരിൻ്റെ മുൻപത്തെ ഭാഗം. അതുകൊണ്ട് MM ആണ്. ഈ ചോദ്യത്തിലെ അവസാനത്തെ ക്ലൂവിലേക്ക് പ്രവേശിക്കുന്നു. ചന്ദ്രകാന്ത ഫിലിംസ് എന്ന പേരുള്ള സിനിമാ നിർമ്മാണ കമ്പനി. ഈ സിനിമാ നിർമ്മാണ കമ്പനിയാണ് വൈശാലി എന്ന പ്രശസ്തമായ സിനിമ നിർമ്മിച്ചത്. ടീം ബി. ആരാണ് ഇദ്ദേഹം? അറ്റ്ലസ് രാമചന്ദ്രൻ. അറ്റ്ലസ് രാമചന്ദ്രൻ, ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതനായി മാറിയ അറ്റ്ലസ് രാമചന്ദ്രൻ, MM രാമചന്ദ്രൻ. റൈറ്റ് ആൻസർ. 10 പോയിന്റ്സ് ടു ടീം ബി. ഈ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം. ക്ലൂ നമ്പർ 1. ഇതൊരു ലോഗോ ആണ്. ഇതാണ് ഒന്നാമത്തെ ക്ലൂ. 20 പോയിന്റുകൾക്കായുള്ള നിങ്ങളുടെ ഒന്നാമത്തെ. ഒറ്റ ഉത്തരം മാത്രമേ നിങ്ങൾ പറയാൻ പാടുള്ളൂ. രണ്ടാമത്തെ ക്ലൂവിലേക്ക് പ്രവേശിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ ക്ലൂ. 10 പോയിന്റുകൾക്കായുള്ള മൂന്നാമത്തെ ക്ലൂ ഇതാണ്. ടീം ഡി ഒറ്റ ഉത്തരം. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ്. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ്. എന്താണ് നിങ്ങളുടെ വിശദീകരണം? നെഫർട്ടിറ്റി ഒരു ഷിപ്പാണ്. N പ്രശാന്ത് IAS. ആൻഡ് ദ ലോഗോ കണ്ടിട്ടൊരു കപ്പൽ ഒരു പോർട്ടിൻ കപ്പൽ തിരിക്കാൻ. -5 എനിക്ക് വേണ്ട ഉത്തരം അതല്ല. വീണ്ടും നിങ്ങൾക്ക് ശ്രമിക്കാം. എനിക്ക് വേണ്ട ഉത്തരം ഈ ഒന്നാമത്തെ ക്ലൂ തന്നെയാണ്. അതിൻ്റെ ലോഗോ ആണ് ചിത്രത്തിൽ കാണുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിൽ ഇടം നേടിയ ഇഷ്യൂ ആണ് ഇത്. ഈ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് ചിത്രത്തിൽ കാണുന്ന വ്യക്തി. ഈ കമ്പനിയുടെ അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൻ്റെ കപ്പലാണ് നെഫർട്ടിറ്റി എന്ന കപ്പൽ. ഏതാണ് കേരള സർക്കാരിൻ്റെ കീഴിലുള്ള വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുള്ള ഈ സ്ഥാപനം? ഒന്നുകിൽ നിങ്ങൾക്ക് അതിൻ്റെ ഷോർട്ട് ഫോം പറയാം. 5 അക്ഷരങ്ങളുള്ള ഒരു ഷോർട്ട് ഫോമാണ്. അതല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണരൂപം പറയാം. യെസ്, ടീം ബി കൃത്യമായി പറയുക. ഷോർട്ട് ഫോം പറയൂ. KNISC. KNISC എന്താണ്? ഇപ്പോൾ EMCC വിവാദത്തിൽ വന്ന സംഭവം. ദാറ്റ് ഈസ് -5 ടു യു. തെറ്റുത്തരമാണ്. ആരും ശ്രമിക്കുന്നില്ല. ഉത്തരത്തിലേക്ക് പോകുന്നു. ഇത് KSINC ആണ്, കേരള സ്റ്റേറ്റ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ. സോ ദാറ്റ്സ് ഇറ്റ്.
2 ചോദ്യങ്ങൾ ഇവിടെ കഴിയുന്നു. 3ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. യെസ്, art of making this is as old as the beginnings of India's trade with Mesopotamia. വീണ്ടും ഒരു വാണിജ്യവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യ മെസപ്പൊട്ടോമിയ വ്യാപാരം വാണിജ്യമൊക്കെ ബന്ധപ്പെട്ട് അന്നത്തെ കാലം മുതലേ ഇത് നിർമ്മിക്കുന്ന വിദ്യ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 2ാമത്തെ ക്ലൂ 15 പോയിന്റിനുള്ള ക്ലൂ. ബിൽഡ് ബൈ എ ടീം ഓഫ് 50 men over a period of at least 4 years വിത്തൗട്ട് എനി ബ്ലൂ പ്രിന്റ്സ്. ഒരു ബ്ലൂ പ്രിന്റും ഇല്ലാതെ 50ഓളം ആളുകൾ 4 വർഷത്തോളം എടുത്ത് നിർമ്മിക്കുന്ന ഇത് എന്താണ്? 15 പോയിന്റുകൾക്കായി ശ്രമിക്കുന്നു ടീം ബി. പറയൂ. ബേപ്പൂർ ഉരു. Brilliant answer. That is Bepur Uru, arguably the biggest handicraft in the world. ലോകത്തിലെ ഏറ്റവും വലിയ കരകൗശല വസ്തു എന്നറിയപ്പെടുന്ന ഉരുവാണിത്. ബേപ്പൂരാണ് ഇതിന് ഏറ്റവും പ്രശസ്തം. 15 പോയിന്റുകൾ ടീം ബിയെ തേടിയെത്തുന്നു. ഗ്രാൻഡ് ഫിനാലയിലെ അവസാനത്തെ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം, ആരാവും ചാമ്പ്യന്മാർ എന്ന് നിശ്ചയിക്കുന്ന ആ ചോദ്യത്തിലേക്ക് കിടക്കുന്നു. ക്ലൂ നമ്പർ 1. പതിനഞ്ച് പോയിന്റുകൾക്കായുള്ള ക്ലൂ നമ്പർ 2. എനിക്ക് വേണ്ട ഒറ്റ ഉത്തരം, കൃത്യമായ ഉത്തരം പറയാൻ സാധിക്കുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. 15 പോയിന്റുകൾക്കായി ശ്രമിക്കുന്നു ടീം ബി. പറയൂ. COVID-19 വാക്സിൻസ്. സൂപ്പർ ആൻസർ, COVID-19 വാക്സിൻ. ഇന്ന് ലോകം കോവിഡ് എന്ന മഹാമാരിയെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ കോവിഡിനെ കുറിച്ചുള്ള ഒരു ചോദ്യം ഇല്ലാതെ എങ്ങനെ നമുക്ക് ലയൺസ് കുരുക്ഷേത്ര അവസാനിപ്പിക്കാൻ? കുരുക്ഷേത്ര 4.0 ഇവിടെ സമാപിക്കുന്നു. You know, gadgets are my weakness. I always update to the latest version. New one. Just bought it. 50K. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യില്ല. Why should I pay more interest? ഞാൻ എൻ്റെ ഗോൾഡ് മണപ്പുറം ലോക്കറിൽ വെച്ചിട്ടുണ്ട്. ഓൺലൈനായി എനിക്ക് എപ്പോൾ വേണമെങ്കിലും ലോൺ നേടാം. വളരെ ഈസിയായി. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ ആപ്പ് വഴി ഇനി എല്ലാം ഈസിയാണ്. സ്വർണം മണപ്പുറം ലോക്കറിൽ വെച്ചാൽ നമ്മളും അങ്ങനെ സ്മാർട്ട് ആകും. സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ, നിങ്ങളും അങ്ങനെ സ്മാർട്ട് ആകൂ. എവിടെയും എപ്പോഴും സ്മാർട്ട് ആകൂ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ടാണ്. ഫൈനൽ ഗ്രാൻഡ് ഫിനാലയിലെ വിന്നേഴ്സ്, ചാമ്പ്യന്മാർ, റണ്ണേഴ്സ് അപ്പ്, മറ്റ് ഫൈനലിസ്റ്റുകൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഓവർ ടു ദ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ സെറിമണി. താങ്ക് യു സോ മച്ച്. അപ്പോൾ ആദ്യമായി ഫൈനലിസ്റ്റുകൾക്ക് സമ്മാനം വിതരണം ചെയ്യുന്നതിനായി ലയൺ ഇഗ്നേഷ്യസ്, മൾട്ടിപ്പിൾ കൗൺസിൽ ട്രഷറർ ആൻഡ് ഹിസ് സ്പൗസ് ജെസി. ആൻഡ് വൺസ് അഗെയിൻ ഒരു നല്ല കൈയ്യടി കൊടുക്കാം. എ ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ്. ഹൃദയ ആൻഡ് ഹൃദേശ്, പ്ലീസ് കം ഫോർവേഡ്. തേർഡ് പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനായി മേ ഐ ഇൻവൈറ്റ് ലയൺ എഞ്ചിനീയർ ശിവാനന്ദൻ PMCC ആൻഡ് PR മൾട്ടിപ്പിൾ കോർഡിനേറ്റർ ആൻഡ് സ്പൗസ് സുധ. ശ്രീറാം ആൻഡ് ഫവാസ്, പ്ലീസ്. സെക്കൻഡ് പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനായി ലെറ്റ് മീ ഇൻവൈറ്റ് ലയൺ Dr. Rajiv Sridharan, Council Chairman, MD Trivanite, and First Lady at the Multiple Lion, Dr. Balamani. Aravind and Banulal from Pathanamthitta. So, this is the time we all are waiting for. First prize distribute ചെയ്യുന്നതിനായി വെൽക്കം ചെയ്യുന്നു VP Nandakumar, International Director, Lions Clubs International, and his gracious lady and second Vice District Governor of District 318D Lions, Sushama. Please come forward. So let's welcome Navaneet M. Kumar and Nikhil Sundar M. Please come forward.
ഓൾഡ് സെയിങ് നോളജ് ഈസ് പവർ. ആ നോളജ് ശക്തി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ക്യൂസ് പ്രോഗ്രാം പ്രൊമോട്ട് ചെയ്യാനായിട്ട് ലയൺസ് ക്ലബ്സ് ഇൻ്റർനാഷണൽ 318 അതുപോലെ തന്നെ മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡും കൂടി ചേർന്നിട്ട് എല്ലാ വർഷവും നടത്തുന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷവും ക്യൂസ് നടത്തുന്നത്. എല്ലാവരും ഒരുപോലെ പെർഫോം ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച് സർ ഫോർ ദ ഇൻസ്പയറിംഗ് വേർഡ്സ്. എന്താ പറയേണ്ടത് ശരിക്കും അറിയില്ല, എങ്കിലും വളരെ നല്ലൊരു ക്വിസ് പ്രോഗ്രാം ആയിരുന്നു. സ്നേഹച്ചാറും ക്യൂ ഫാക്ടറി ടീമും വളരെ ബ്രില്യൻ്റ് ആയിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തതും. പിന്നെ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായി ആ സമയത്ത് റിസ്ക് എടുത്ത് കളിക്കാനും സാധിച്ചു. ഒരു വർഷത്തിന് ശേഷം ഈ കോവിഡ് കാലത്ത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ടുള്ള ഓഫ്ലൈൻ, ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ആദ്യമായിട്ടുള്ള ഓഫ്ലൈൻ ഇവൻ്റാണ്. അതും വളരെ ഗംഭീരമായിരുന്നു. സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് വളരെ നന്നായി നിറഞ്ഞു നിൽക്കുകയാണ്. വളരെ നല്ല ഒരു ഈവന്റ് നടത്താൻ സാധിച്ചതിൻ്റെ ഒരു ചാരിതാർത്ഥ്യം. ഇതിന് എല്ലാവിധ പിന്തുണയും നൽകുന്ന VP നന്ദകുമാർ സാറിനെ നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതുപോലെ എല്ലാ ലയൺസ് ലീഡേഴ്സിനെയും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.